ഹായ്, എൻ്റെ പേര് സഞ്ജയ്. ഞാനൊരു എഴുത്തുകാരനാണ്. ഞാനൊരു 5 വർഷത്തോളമായിട്ട് സിനിമയെ ആഗ്രഹിച്ച് സിനിമ വേണം, സിനിമയാണ് എൻ്റെ ജീവിതം എന്നുള്ള രീതിയിൽ ഇതുവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഞാനൊരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കഥയ്ക്കും തിരക്കഥയ്ക്കും വേണ്ടി എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ഇടെയാണ് റീസെൻ്റ്ലി ഞാൻ അതിൽ സമ്പൂർണനാണ്, ഞാൻ വെരി സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു സ്ക്രിപ്റ്റ്, ഒരു കഥ കിട്ടി. ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ സിനോപ്സിസ്, കോപ്പിറൈറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കഥ എഴുതി കഴിഞ്ഞ് എന്നിലൊരു ചെറിയ വിശ്വാസമായിരുന്നു ഞാൻ ഇത്രയും എഴുതിയ സ്ക്രിപ്റ്റുകളിൽ എനിക്ക് ഒരു കംപ്ലീറ്റ് ഫീൽ തന്നെ കിട്ടുന്ന കഥയാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ സജേഷ് ഏട്ടനോട് കഥ അവതരിപ്പിച്ചു. അപ്പോൾ സജേഷ് ഏട്ടനും വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്നോട് പറഞ്ഞു, ഇതുതന്നെയാണ് നമ്മുടെ സിനിമ, നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളത്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറെ സമീപിക്കുക, അതുപോലെ കഥാപാത്രങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആക്ടേഴ്സിനെ എടുത്ത് അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. ഈ കഥ എഴുതുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്ന പ്രധാന 2 കഥാപാത്രങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനുമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ചൂസ് ചെയ്യുക അതൊരു ഡയറക്ടറെ സമീപിക്കുക, അതുപോലെ തന്നെ ഈ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള മമ്മൂക്ക, ലാലേട്ടൻ അവരെ സമീപിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നെക്സ്റ്റ് എന്ത് സ്റ്റെപ്പ് എടുക്കണം എന്നുള്ള ഒരു ധാരണയില്ല. ഇതൊരു പ്രൊഡക്ഷൻ രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ഹൗസുകളിലേക്ക് സമീപിക്കാം എന്നുള്ളത് ആലോചിച്ചു. പക്ഷെ ഇതൊരു ഡയറക്ടറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹമാണ് അത് സിനിമയാക്കണോ എന്നുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. കാരണം എനിക്ക് ഡയറക്ടോറിയൽ പ്ലാനുകളുണ്ട്, പക്ഷേ ഈ ഒരു സ്ക്രിപ്റ്റ് ആ ഒരു രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമയാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ വെരി സീരിയസ് ആയിട്ട് ഉള്ള ഒരു ഡയറക്ടറെയാണ് ഞാൻ ഇതിനു വേണ്ടി സമീപിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യവേ സജേഷ് ഏട്ടനാണ് എന്നോടൊരു ഒപ്പീനിയനായിട്ട് പറഞ്ഞത്, നമുക്ക് ഇതൊരു വ്ളോഗാക്കാം, ഇതൊരു ജേണി ആക്കാം. ഈ ജേണി ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം ഞങ്ങളെപ്പോലത്തെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഒരു ഡയറക്ടറെ സമീപിക്കുന്നത് എങ്ങനെയാണ് എന്ന ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഒരു നല്ല ക്ലിയർ പിക്ചർ ആയിരിക്കുമെന്ന് സജേഷ് ഏട്ടനാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനും സജേഷ് ഏട്ടനും ഓക്കെ അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി അടുത്ത വ്ളോഗിൽ നിങ്ങൾക്ക് സജേഷ് ഏട്ടനെ പരിചയപ്പെടാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. ഓക്കെ, സീ യു.